അറന്നടിക്കും കിംബോയി, കേറ്റിയടിക്കും കിംബോയി, മലർത്തിയടിക്കും കിംബോയി, ചുറ്റിയടിക്കും കിംബോയി, ചുഴറ്റിയടിക്കും കിംബോയി, പൊങ്ങിയടിക്കും കിംബോയി, പൊങ്ങിപ്പറക്കും കിംബോയി, കുട്ടിക്കേറ്റും കിംബോയി, ഉയർന്നു ചാടും കിംബോയി, മലർത്തിയടിക്കും കിംബോയി, കുനിച്ചു നിർത്തും കിംബോയി. നമ്മുടെ ഒരു പഴയൊരു പാട്ടുണ്ടായിരുന്നു, ഒരു ക്രിമിയടി എന്ന് പറയുന്ന പാട്ടുണ്ടായിരുന്നു. അത് പണ്ട് ഞാൻ പാടുമായിരുന്നു. പെരുവെള്ളം പെരുവെള്ളടിക്കും, മലർത്തിയടിക്കും, കേറ്റിയടിക്കും, ചുഴറ്റിയടിക്കും, കറങ്ങിത്തിരിയും, കേറ്റിയടിക്കും, പൊങ്ങിപ്പറക്കും, ചുഴറ്റിയെറിയും, കുത്തിക്കേറ്റും കിംബോയി. എങ്ങനെയായിരുന്നത് പറഞ്ഞത്? കളി കിംബോയി അവിടെ നിന്ന് അവർക്ക് പണി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് തിരിച്ച് ചാടിഞ്ഞു വന്നു. ഫ്രണ്ട്സ്, അപ്പം ഞാൻ പറഞ്ഞ ഐറ്റം ഈ ഒരു മനുഷ്യനാണ്, ഈ വ്യക്തിയാണ് കിംബോയി. എന്നാ വരേണ്ടത്. അറിയപ്പെടുന്ന കിംബോയി. യഥാർത്ഥ നെയിം അശോക്, റിയൽ നെയിം യഥാർത്ഥ പേര് അശോക് എന്നാ? എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാനുള്ളത് എന്നോട് ചോദിച്ചാൽ മതി, കിംബോയി പറഞ്ഞു തരും എല്ലാ കാര്യങ്ങളും. കല്യാണം കഴിഞ്ഞു? കല്യാണം കഴിഞ്ഞില്ല. കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സുന്ദരിയായ ഒരു പെൺകുട്ടി കിംബോയുടെ ജീവിതത്തിൽ വരുമെന്നാണ് കിംബോയുടെ ആഗ്രഹം. അത് നടക്കട്ടെ. എത്ര വയസ്സുണ്ട്? എന്നെ മനസ്സിലാക്കുന്ന, എന്റെ വീഡിയോയിൽ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പെണ്ണ് കടന്നു വരട്ടെ. എത്ര വയസ്സുണ്ട് ബ്രോ? വയസ്സാണ് കുറച്ച് പ്രശ്നം. കുറേ നാൾ ഗൾഫിലായിരുന്നു, അതുകൊണ്ട് ഒന്നും പറ്റിയില്ല. ഗൾഫിൽ എന്തുവായിരുന്നു? 36 വയസ്സായി. 36. ഗൾഫിൽ എന്താ ജോലി? എന്തുവാ? ഞാൻ ഈ ഹോട്ടൽ മാനേജ്, നമ്മളെ കാറ്ററിംഗ് കമ്പനിയിലായിരുന്നു. സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കാറ്ററിംഗ് കമ്പനിയിലേക്ക് നിന്നു. ക്യാമ്പസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എത്ര വർഷം നിന്നു? ഞാൻ 9 വർഷം. 9 വർഷം. ഒരു 5 മാസം നമ്മുടെ സൗത്ത് ആഫ്രിക്കയിൽ ജോബ് ഉണ്ടായിരുന്നു. അവിടെ കച്ചറ പിച്ചറ അടിയും കുത്തും ഇതൊക്കെ കാരണം ചാടിഞ്ഞു വന്നു തിരിച്ച്. താടി വന്നു. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? കിംബോയി അവിടെ നിന്ന് അവർക്ക് പണി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് തിരിച്ച് ചാടിഞ്ഞു വന്നു. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അമ്മച്ചിയുണ്ട്. അമ്മച്ചിയുണ്ട്. പിന്നെ അപ്പല്ലയോ? ഇല്ല, അച്ഛൻ മരിച്ചുപോയി. 2 വർഷമായി. 2 വർഷമായി. അച്ഛൻ ഷുഗർ പേഷ്യന്റ് ആയിരുന്നു. സ്ട്രോക്ക് ഒക്കെ വന്നു. അപ്പം വീട്ടുകാർക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ചേക്കുവാണ്. ഡാൻസ് ഒക്കെ ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഡാൻസ് ഒക്കെ ചെയ്യും. ഇതിനകത്തൂടെ ഫേമസ് ആയേക്കുന്നേ? ഞാൻ മുമ്പേ റീലൊക്കെ ചെയ്തത്. റീല് ചെയ്യുമായിരുന്നു? റീല് ചെയ്ത് ഞാൻ എന്റെ പല വീഡിയോകൾ വൈറലൊക്കെ ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് ടർബോ ഒന്ന് കാണാൻ വനിതാ തിയേറ്ററിൽ തന്നെ പോകണമെന്ന്. അങ്ങനെ വനിതാ തിയേറ്ററിൽ പോയി കണ്ട്, എല്ലാ സെലിബ്രിറ്റികളൊക്കെ വരുന്ന തിയേറ്റർ അല്ലേ, പോയി കണ്ട് അങ്ങനെയാണ് നമ്മുടെ ക്യാമറ കണ്ണുകളൊക്കെ ഇങ്ങനെ വെളിയിക്കുന്നത് കണ്ടത്. ചാടി കയറി ഒരു റിവ്യൂ പറച്ചിലായിരുന്നു. ഫേമസ് ആയി. കിംബോയായിട്ടുള്ള സ്റ്റൈൽ അങ്ങ് അപ്പോഴങ്ങ് വച്ചാൽ കാച്ചിയായിരുന്നു. ആറാട്ടണ്ണനും മറ്റേ പുള്ളിയുടെ പേരെന്തായിരുന്നു? അലിൻ ജോസ് പെരേരയൊക്കെ ആയിട്ട് വലിയ ഇതാണല്ലോ. നമ്മള് അറിയാം, നമ്മള് കമ്പനിയൊക്കെ തന്നെ നമ്മള് വീണ്ടും സംസാരിക്കും. അവിടെ പോകുമ്പോ എറണാകുളത്ത് പോകുമ്പോ ഇതൊക്കെ സംസാരിക്കുക. അപ്പോഴേ പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങള്? വേറെ വിശേഷങ്ങള് ഇങ്ങനെ പോണ്. നമ്മളെ ഓരോ വീഡിയോ കണ്ട് അടുത്ത ഓരോരോ പ്രോഗ്രാമുകളുണ്ട്. ഷോർട്ട് ഫിലിം അങ്ങനെ റിയാലിറ്റി ഷോയിലൊക്കെ നോക്കുന്നുണ്ട്. സിനിമ അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ പോകും? സിനിമ അഭിനയിക്കാൻ വിളിച്ചാൽ പോകും. അഭിനയിക്കാൻ താല്പര്യമുണ്ട്. സിനിമയിലും സീരിയലിലൊക്കെ അഭിനയിക്കാൻ താല്പര്യമുണ്ട്. അതേപോലെ നമ്മുടെ ഇതിനകത്ത് കയറാൻ താല്പര്യമുണ്ടോ? ബിഗ് ബോസിനകത്ത്? നമ്മുടെ ബിഗ് ബോസിൽ കയറാൻ എനിക്ക് നല്ല താല്പര്യം. കിംബോയ്ക്ക് വളരെ ഇൻട്രസ്റ്റ് ആണ് ബിഗ് ബോസ്. ഭയങ്കര ഇഷ്ടമാണ്. കിംബോയുടെ ഈ ഒരു അടിച്ചുപൊളി പെർഫോമൻസ് അതില് കിംബോയ്ക്ക് കാഴ്ചവെക്കാൻ പോയി. ഇടിയാണോ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, നല്ല രീതിയിൽ എനിക്ക് ടാസ്ക് ചെയ്യാൻ നോക്കും. സാധാരണ മറ്റേ സിനിമയുടെ റിവ്യൂവിന് മൊത്തം പറഞ്ഞ് ഇടിയൊക്കെ ആയിരുന്നല്ലോ, ആ സിനിമയുടെ ഇത് കണ്ടിട്ട് ചെയ്തതാണ് ടർബോടെ. അത് കണ്ടിട്ട് അങ്ങ് ചെയ്തെന്ന് മാത്രം. ഒറ്റയടി ഇങ്ങനെയൊക്കെ പറന്നൊക്കെ ഇടിച്ച് തകർക്കുമല്ലയോ? ചില ആൾക്കാർ പറയുന്നത് കിംബോയ്ക്ക് വട്ടാണ്, പ്രാന്തനാണ്, കുരങ്ങനാണെന്നൊക്കെ പറയുന്നത്. അങ്ങനെ പറയുന്നവര് പറയട്ടെ. അതല്ലേ, അത് വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം. അങ്ങനെയുള്ള വിമർശന കമ്പനികളൊന്നും നമ്മളെ അത്ര കിംബോയ് ഇത്ര മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ വിമർശിക്കുന്നവരെ എനിക്ക് ഇഷ്ടമൊക്കെ തന്നെ, കിംബോയ്ക്ക് ഇഷ്ടമൊക്കെ തന്നെ. വിമർശിച്ചാലേ നമ്മൾ ഉയരങ്ങളെ എത്തത്തുള്ളൂ. അതാണ് കിംബോയ്ക്ക്, അതാണ് വിശ്വാസം. തെറി വിളിക്കുന്നവരെയും പറ്റിയൊന്നും നമുക്കൊന്നും പറയാനില്ല. അവരുടെ രീതിക്ക് അവര് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതേ എനിക്ക് പറയാനുള്ളൂ. പറ്റിയൊന്നും പറയാനില്ല. എല്ലാവരും എനിക്ക് ഇഷ്ടമാണ് കിംബോയ്ക്ക്. അടിക്കുന്നവരെ പോസിറ്റീവ് അടിക്കുന്നവരെ കിംബോയ്ക്ക് ഇഷ്ടമാണ്. കിംബോയുടെ ഒരു മെയിൻ ഡയലോഗുകൾ ഉണ്ടായിരുന്നല്ലോ. എന്തോ ഡയലോഗ് ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. പൊളിച്ചടിക്കുക ഇടിയൊക്കെ ഒന്ന് ഇടിച്ച് നോക്കട്ടെ നമ്മളൊന്ന് ലൈവ്. പറഞ്ഞത് ക്യാമറ ഒക്കെ അടിച്ച് പൊളിക്കുവോ? പവർ മാനാന്നല്ലോ. പവർ അല്ലേ?
8ന്റെ പവറാ. ഡാൻസ് ഒക്കെ കളിക്കുമെന്നൊക്കെ അറിഞ്ഞല്ലോ, പെണ്ണുങ്ങളുടെ വേഷമൊക്കെ കെട്ടി. അതൊക്കെ തന്നെ എങ്ങനെയായിരുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പെൺവേഷമൊക്കെ കെട്ടപ്പോഴേ നല്ല ഇതായിരുന്നു. വീട്ടിലെല്ലാവരും സപ്പോർട്ട് ഉണ്ടോ? അമ്മയൊക്കെ എങ്ങനെയാ? അമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ല, സപ്പോർട്ടൊക്കെ തന്നെ, കുഴപ്പമില്ല. അമ്മയ്ക്ക് വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കാറുണ്ടോ? എല്ലാ വീഡിയോ ഒന്നും കാണിച്ചു കൊടുക്കല്ലേ, കുറേയൊക്കെ കാണിച്ചു കൊടുക്കും. പെൺവേഷമൊക്കെ കെട്ടിയിരിക്കുന്നതൊക്കെ ഒരു ഇതല്ലേ, അവിടെ അതൊന്നും കാണിച്ചു കൊടുക്കാറില്ല. എൻ്റെ മാസ് ആക്ഷൻ അങ്ങനെയൊക്കെയുള്ള നമ്മൾ എടുത്ത സീരീസ് ആയിട്ടൊക്കെ എടുത്ത വീഡിയോകളെല്ലാം കാണിച്ചു കൊടുക്കും. കിംബോയ് വേറൊരു കാര്യം പറഞ്ഞു, പറത്തി അടിക്കും കിംബോയ്, അതെന്തായിരുന്നു? പറന്നടിക്കും കിംബോയ്, മലത്തി അടിക്കും, പറന്നടിക്കും, മലർത്തി അടിക്കും, കയറ്റി അടിക്കും, ചുഴറ്റി അടിക്കും, കറങ്ങിത്തിരിയും, കയറ്റി അടിക്കും, പൊങ്ങിപ്പറക്കും, ചുഴറ്റി എറിയും, കുത്തിക്കയറ്റും കിംബോയ്. ഇത്രയുള്ള ഡയലോഗ് പറയണ്ട്. നമ്മള് നോക്കട്ടെ, പ്രേക്ഷകര് ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ. കിംബോയ്ക്ക് ഭയങ്കര ഫാൻസ്. ഞങ്ങൾ വന്ന വഴിക്ക് കണ്ടായിരുന്നു കുറെ ഫാൻസ് കൈയൊക്കെ എടുത്ത് കാണിക്കുന്ന അടിപൊളി ആ വീഡിയോ എന്നൊക്കെ. അവരൊക്കെ നമ്മുടെ സ്ഥലക്കാരും നമ്മള് അറിയുന്ന പിള്ളേരൊക്കെയാണ്. അവരൊക്കെ കിംബോയെ അറിയാം എല്ലാവർക്കും. നമ്മുടെ ഒരു പഴയൊരു പാട്ടുണ്ടായിരുന്നു, ഒരു ക്രിമിയടി എന്ന് പറയുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. അത് പണ്ട് ഞാൻ പാടുമായിരുന്നു. പെരുവെള്ളം പെരുവെള്ളം പെരുവെരു പെരുവെള്ളം, ക്രിമിയടി 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 ക്രിമിയടി, കൃമി അടിച്ചേ പെരുവെള്ളത്തെ, പെരുവെള്ളം കടിച്ചേ കൃമി അടിയേ, കുത്തിപ്പറക്കും കൃമിയടി, ചാടിപ്പറക്കും പെരുവെള്ളം, കുത്തിക്കയറ്റും പെരുവെള്ളം, ചാടി ഇടിച്ച് പെരുവെള്ളം, കൃമിയേ കൃമിയേ വരൂ കൃമിയേ.